മഴ കൊള്ളാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി വാൽപ്പാറ പോയൊരു കഥ. കഴിഞ്ഞ 14-ാം തീയതി ഏകദേശം 2 ആഴ്ച മുമ്പ് പോയ ട്രിപ്പ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടി. രാത്രി 2 മണിക്ക് നീച്ച് പോണതിൽ ഫസ്റ്റ് കിട്ടിയ അതിന്റെ സന്തോഷമായിട്ട് ഈ മൂത്ത് കണ്ടത്. റംബുട്ടാൻ മരങ്ങൾ ഇങ്ങനെ നെറ്റിട്ട് മൂടിയ ഈ ഒരു വീടിന് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സ്ഥലത്ത് എപ്പോൾ പോയാലും ആന കാണാം. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ ക്ലൈമറ്റ് ഒക്കെ സീനിന്ന് അത്യാവശ്യം തണുപ്പും നല്ല രീതിയിൽ കോടൊക്കെ ഉണ്ട്. തണുപ്പത്ത് നിന്ന് നല്ല ചൂടുള്ള ചായയും വടിയും കുടിച്ച് യാത്ര തുടങ്ങി. ഞങ്ങൾ വന്നപ്പോൾ ചെറിയ മഴ തൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വെള്ളച്ചാട്ടം പിന്നെ ക്ലൈമറ്റ് ഒക്കെ മൊത്തത്തിൽ മാറി. കുറച്ചുകൂടെ പോയപ്പോൾ നമ്മളെ വളാഞ്ചേരി കോട്ടക ഭാഗത്തുള്ള കുറച്ച് സൈക്കിൾ ടീംസിനെ കണ്ടിട്ട് അപ്പോൾ അവരുടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പോണിടയിൽ ഓരോ പിന്നാലെ ഞങ്ങളും പോയി. ഓടെ വൈക്ക് ഒരുപാട് ബൈക്ക് റൈഡേഴ്സിനെ കണ്ടിട്ട് അങ്ങോട്ട് പോകുന്നവരുണ്ടായിരുന്നു, ഇങ്ങോട്ട് വരുന്നവരൊക്കെ. 14-ാം തീയതി ബ്രസീലിന്റെ കളി ആയതുകൊണ്ടാണ് കേരള വണ്ടി പൊതുവെ കുറവാണ്. ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ ഒരു ആനനെ കിട്ടുന്നത്. ആദ്യം വിചാരിച്ചു ഒന്നുള്ളൂ, പക്ഷെ മേലൊക്കെ നോക്കുമ്പോൾ ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഫാമിലിയൊക്കെ ആയിട്ട്. ആനനെ കാണാൻ ഇറങ്ങിയവർക്ക് ഫർസിന്റെ കാലം അട്ടപ്ലക്കി. അങ്ങനെ മലക്കപ്പാറ എത്തി പൊന്നൂസോട്ടിൽ നല്ല ബീഫും പൊറോട്ടയും തട്ടി. ഇപ്പൊ തന്നെ വീഡിയോ അത്യാവശ്യം ലോങ്ങാണ്, നമുക്ക് പാർട്ട് 2 ഇടാം. ഇനിയാണ് വഴി തെറ്റിപ്പോയ സ്ഥലവും പിന്നെ അതേമാതിരി മഴ കൊള്ളുന്നതും മയത്ത് ഡാൻസ് കളിക്കാൻ പറ്റിയുള്ള പലതരത്തിലുള്ള വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഗൂഗിൾ മാപ്പ് തെറ്റിയെത്തുന്ന സ്ഥലങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി. ഈ ട്രിപ്പ് പോണ സമയത്ത് മാപ്പ് തെറ്റി അതിലൊക്കെ അടിപൊളി സ്ഥലത്ത് എത്താൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഒരു പക്ഷെ നമ്മൾ മാപ്പ് ഇട്ട് പോണ സ്ഥലം ഉണ്ടല്ലോ, അതിനേക്കാൾ അടിപൊളി കയറിട്ട് ഓൾഡ് വാൽപ്പാറ എന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് എടുത്ത് റൊട്ടിക്കടയിൽ പോണ റൂട്ടിൽ മാപ്പ് തെറ്റിയാണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് എത്തിയത്. ഒരു പണി തീർന്ന കരിങ്കല്ല് കോറിന്റെ നടുവ് കൂടി ഒരു സ്റ്റെപ്പാള് കണ്ടപ്പോൾ വണ്ടി സൈഡാക്കിയതാണ്. ഈ ഒഴുകി വരുന്ന വള്ളൊക്കെ ഇതിന്റെ മുകളിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ മേലെ ഒരു അമ്പലമാണെന്ന് ഇവിടുത്തെ നാട്ടുകാർ ചോദിച്ച പോലെ പറഞ്ഞത്. ഈ പാറയിലൂടെ ഒഴുകി വരുന്ന വള്ളം ചെറിയ പൈപ്പ് ഇട്ടാണ് ഇവര് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം യൂസ് ചെയ്യുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, ഏതായാലും മാപ്പ് തെറ്റി വന്നല്ല. പിന്നെ തന്നെ കയറി ഇറങ്ങാൻ വിചാരിച്ചു ഞങ്ങളും കയറലുണ്ട്. അണ്ണമാരില്ല കുത്തനുള്ള കയറ്റാണ്ട് തന്നെ ശ്വാസം എടുക്കുന്നതിന്റെ കോലൊക്കെ മാറലുണ്ട്. ആ മലയുടെ അറ്റ വരെ സ്റ്റെപ്പ് ഉണ്ടാവുന്ന വിചാരിച്ചത് കുറച്ചിന് സ്റ്റെപ്പ് ചെയ്യും. ഇവിടെ നോക്കിയാൽ നമ്മളെ വണ്ടി നമ്മൾ വന്ന റോഡൊക്കെ താഴത്ത് വന്ന മാതിരില്ല. പിന്നെ ഇവിടെ ഞങ്ങൾ പോകാൻ ഭയങ്കര പേടി, കാരണം ഞങ്ങൾ മാത്രമേ അതുകൊണ്ട് അവസാനിച്ചു വന്നപ്പോൾ അവിടെ കുറച്ചിങ്ങനെ സ്റ്റെപ്പുകൾ ആരും ഉണ്ടാക്കി ചെമ്മാരി തോന്നുന്നു. പിന്നെ അതും പാടി പോവാ കുറച്ച് പേടിച്ചിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥാനത്ത് എത്തിയിട്ട് ആകെ പൊട്ടിപ്പൊളിന് ഒരു അമ്പലമാണ് ആകെ എടുക്കുന്നത്. തലേത് വാൽപ്പാറാണ്, പുലിയോടെ ഉണ്ടാ പറയാൻ പറ്റില്ല. ഈ അമ്പലത്തിന് നേരെ മുകളിലുള്ള മലയിട്ടാ കാണുന്നത്. ശരിക്കും നോക്കണെങ്കിൽ വല്ല ആന പുലിയോ കാട്ടിയോ ഒക്കെ ഉണ്ടാവും. ആകപ്പാടൊരു വെടിപ്പൊക്കായി നമ്മൾ ഓട്ടരാതെ ഇപ്പൊ മൊത്തത്തിലും മാറിയിരുന്നു. പുറം മാത്രമല്ല ഉള്ളിലും ഫുഡിലും മൊത്തത്തിലും ചേഞ്ച് ആയിരുന്നു. നിസ്കാരം കഴിഞ്ഞ് പള്ളിക്കൊലായ്മ ഇരുന്നപ്പോ പുറത്ത് ഭയങ്കര മഴ. അതിന്റെ ആവശ്യത്തിൽ വേഗം പുറത്തിറങ്ങിയപ്പോ ആ മഴയാണ് പോയി. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി റോട്ട് കയറിയപ്പോ ചെറുതായിട്ട് ഇങ്ങനെ കാലാവസ്ഥ മാറി ചെറിയ തുള്ളികളൊക്കെ വരൽ തുടങ്ങി. വണ്ടി നിർത്തി കോട്ടിട്ടാളോ എന്നുള്ള ചിന്താഗതിയിലാണ് ആള്. മഴ കൊള്ളാൻ വന്നല്ലേ, കോട്ടൊന്നും വേണ്ട, നമുക്ക് ഇന്നെ അങ്ങനെയാണ് പോവാന്ന് വിചാരിച്ചു. കുറച്ചേരം നിന്നപ്പോ മഴയുടെ പെയ്യിൽ തുടങ്ങി. ഇതിനാണ് ശരിക്കും വാൽപ്പാറിന്റെ ഭംഗി കാണുമ്പോൾ. മൈൻഡ് ആണെങ്കിലും മൂടാണെങ്കിലും ഫുള്ളാണ് ചേഞ്ച് ആയി. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ട് അവസാനം മഴ കിട്ടിയല്ലേ, 2 സ്റ്റെപ്പാണ് പടക്കാൻ വിചാരിച്ചു. ശരിക്കും ഈ ട്രിപ്പ് പോയത് മുതലായി മൊത്തത്തിലാണ് ചേഞ്ച് ആയി. കോടമഞ്ഞും ചെറിയ ചാറ്റലുമൊക്കെ ആയിട്ട് ആകെ ഒരു വൈബ്. ക്ലൈമറ്റൊക്കെ എത്ര പെട്ടെന്ന് അറിയാം മാറി മറിയണത്. ആ വണ്ടികളൊക്കെ കാത്തിക്കണ റൂട്ട് ഏതാ മനസ്സിലായി. വാൽപ്പാറയിൽ പുലിയൊക്കെ അധികം കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ റീൽസിൽ കളിക്കുന്ന ലൊക്കേഷനും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്കാണ് ആ റൂട്ടിൽ. അതുകൊണ്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയി. ഈ ലൊക്കേഷനിലൊക്കെ അത്യാവശ്യം ആൾക്കാർ ഉണ്ടാവലുണ്ട്. പൊതുവെ ഇവിടെയൊക്കെ ഫുൾ ബ്ലോക്ക് ചെയ്യണം. പക്ഷെ എന്താണോ ഇവിടെ ഒന്നും ആവില്ല. ഞാൻ പറഞ്ഞില്ല, അന്ന് ബ്രസീലിന്റെ കളിയുണ്ടാ തോന്നുന്നത്. അത് മലയാളികളൊന്നും ഇല്ല. കേരള വണ്ടിയൊക്കെ പൊതുവെ കുറവാണ്. ആ മഴ കൊണ്ട് ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞങ്ങൾ ചുര ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മേത്തുള്ള വെള്ളമൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്ത് കുറച്ചേരം ഇരുന്നത്. ചൂടൊന്നും ഇല്ല കേട്ടോ, വലിയ ചൂടൊന്നും ഇല്ല വെയിലൊന്നും. ഈ മേഘങ്ങൾ നോക്കിയൊക്കെ, ഈ മേഘങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? കറക്റ്റ് മുറിച്ച് വെച്ച മാതിരി തോന്നില്ല നിങ്ങൾക്ക്? വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചി ഇറങ്ങണ പൊള്ളാച്ചി ചുരം നമ്മൾ മലയാളികൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും ഈ ചുരം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മൾ 9-ാം വളവ്, നമ്മളെ പ്രിയപ്പെട്ട ടീച്ചർമാർ ആക്സിഡന്റ് ആയ സ്ഥലം. എത്ര കാലത്തോളം മലയാളികൾ ഈ റൂട്ടിലൂടെ പോകുന്നുണ്ടോ അത്രയും കാലം അതങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. ചുരം ഇറങ്ങി കഴിഞ്ഞ് താഴത്തിന് തന്നെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ചു. ബത്തക്ക, പൈനാപ്പിള്, മാങ്ങ, കർമ്മത്തി, അങ്ങനെ 2-3 ഐറ്റംസ് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. ഇതാണ് പിന്നെ അവിടെ നിന്ന് കുടിച്ച കമ്പക്കനി. അതിന്റെ സൈഡ് സാധനങ്ങളാണ് ഇപ്പുറത്ത് കാണുന്നത്. കാണാൻ മരുന്നില്ല, വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മുടെ വാൽപ്പാറ സീരീസും ഇവിടെ കഴിയാണ്. ഏകദേശം ഈ കൊല്ലത്തിൽ 2ാമത്തെ വാൽപ്പാറ ട്രിപ്പാണ്. കൊല്ലം കഴിഞ്ഞിട്ടില്ല, ഇനിയും ചിലപ്പം പോവാതിരിക്കും. ഇനി ലൊക്കേഷൻസ് ഒക്കെ ഒന്ന് മാറ്റാച്ചിട്ടാണ്. ഇനി വെറൈറ്റി സ്ഥലങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.